സത്യം പറഞ്ഞ 2 പേരാണ്ട് ഉള്ളതെന്ന് അവസാനം അവന്മാരാണ് ഇപ്പൊ 7 പേര്. ഫോളോ അടിച്ചാൽ മാത്രം മതി. ഫോളോ അതാണ് എല്ലാവരും ഫോളോ അടിച്ചേക്കണേ. ട്രീമറിന്റെ ലൈവ് ഉണ്ടോ അത്? പക്ഷേ ഫോളോ അടിച്ചേക്കണേ. ഫോളോ അടിച്ചേക്കണം, അത്രേ ഉള്ളൂ. ഇതൊരു ഡൂർ ഡൈ ആണ് കേട്ടോ അളിയാ. ഈ ഓപ്പണിൽ കൊണ്ട് കുത്തി എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അമ്മമാര് ഇറങ്ങി സ്റ്റാൻഡിങ് അടിക്കുന്ന അമ്മമാരുടെ അടുത്ത് ബുദ്ധി ചന്ദ്ര നീ പറഞ്ഞ കേട്ടോ ബാക്ക് വലി റിവേഴ്സ് എടുത്തപ്പോഴേക്കും കുത്തി ഇറങ്ങി കളിക്കാനുള്ള പരിപാടി മനസ്സിലായില്ല. അമര അങ്ങനെ കളിക്കണേ. ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങി അമരപ്പ് തിരിച്ചു ഇരുട്ടാടെ ഒന്ന് മറ്റേ ഈ മോഡ് ഇടാൻ പറയാം. ബെറ്റർ ഗ്രാഫിക്സ് ഇടാൻ പറയാം. ഫോൺ വിളിച്ചോറേ അയാളവിടെ ഉറങ്ങിയിരിക്കുവാണ്. എനിക്ക് പുള്ളിയാണ് ഉറങ്ങി തൂങ്ങിയാണ് ഞാൻ വിളിച്ചു പറയാം. ക്യാമറ നോക്കിയൊക്കെ പുള്ളിയുടെ ക്യാമറയിലും കാണാൻ സത്യം. എന്തൊക്കെ വാലിട്ട് കഞ്ചാവട്ടാ എന്തിനാളിയാ പാവപ്പെട്ടനെ കൊണ്ടുപോകും. ചിരി കൂടുതൽ കേട്ടോ. നിനക്ക് വലിയ പ്രശ്നമുണ്ടോ? പപ്പട ഇരുന്നവ വണ്ടിയെ ഒതുക്കി പപ്പടത്തിനെ കണ്ടുകൂടാ. പപ്പടത്തിനെ കൊല്ലേ അവനെ കാണാതിരിക്കാൻ ബെറ്റർ ഗ്രാഫിക്സ് അവിടെ പോയി സ്പാം ചെയ്യുക. നല്ല പ്ലാൻ ചെയ്യട്ടത്തിൽ വന്ന കേട്ടാ ഇവിടെ ഈ ഒരു സ്ഥലം ഇവിടെ വിട്ട് കളിക്കില്ല കേട്ടാ. പുള്ളി ചാറ്റും നോക്കത്തില്ല പിന്നെ അവിടെ സ്പാം ചെയ്തിട്ട് നീലേ പൊട്ടിയിടാ ടയർ അത്രേ ഉള്ളൂ. ദൃശ്യം ഉദ്ദേശിക്കാവോ? എല്ലാ വണ്ടിയിലും ഓരോരുത്തരിച്ചാ. എടാ അവിടെ കത്തിന്നാ പറഞ്ഞ ഇപ്പുറത്ത് ഡിഫെൻഡിങ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞില്ല എല്ലാ വണ്ടിയിലും ഒരുത്താൻ വെച്ചിട്ടാണ് വിട്ട് ഹാൻഡിക്യാപ്ഡ് വണ്ടികളല്ല അവന്മാരും ഹാൻഡിക്യാപ്ഡ്. വേണം അത് കിട്ടിയാ ക്യാമറ പോയില്ല. കൂടെ പോ. ആ ജനറേറ്റർ കൊച്ചു ജനറേറ്റർ കൊണ്ടിടിച്ചു. കൊച്ചു ജനറേറ്റർ ഇതൊന്നും പൊക്കാൻ പറ്റൂല. ഇത് പൊക്കാൻ പറ്റില്ല. പച്ച ജനറേറ്റർ കൊണ്ടിരിക്കുന്നത് പൊക്കാൻ പറ്റത്തില്ല. ഇതാണ് ദൈവം. ഇതിലെ നല്ലോണം കാണരുത്. ഓക്കെ സെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങി പണ്ണ അടി നമ്മുടെ വണ്ടി താഴെപ്പെടാ. അതൊന്നും കുഴപ്പമില്ല. ഇത് പണ്ണപ്പെട്ട് ഇവിടെ ഹോൾഡ് ചെയ്യണോ? പോയി നമ്മുടെ കിണ്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.
ഒരു നേരം എല്ലാരും ഓക്കെ ഓക്കെ അടുത്തവനാ ഒറ്റയ്ക്കല്ലേ ഡിഫറെന്റ് ലോബി ഇനി ഇരുന്ന് കുണ്ണത്താളം അടിക്കരുത്. ദൈവത്തെ മനസ്സിലായോ? വായി കിട്ടിയല്ല ആ കത്തിപ്പോയാണോ എടാ ഇവിടുത്തെ ഇല്ലീഗൽ എന്റെ എല്ലാവിധ നിലവിലൂടെ നമ്മൾ വാർ ജയിച്ചിരിക്കുന്നു. മനസ്സിലായാലോ മേല എടുത്തിട്ട് അളന്നറ എന്തിനു കയറി ഒന്നാന്തോ അതല്ല രാജുഭായി 2 മിനിറ്റ് സൈലൻസ് എല്ലാരും ചെയ്യാനുള്ള നമ്മള് ചെയ്തോളാം എല്ലാം പറഞ്ഞ പോലെ ഇപ്പം എല്ലാം പറഞ്ഞ പോലെ സെക്കൻഡായികളെ എടുത്തടിച്ചിട്ട് മറ്റേ അവിടെ അവന്റെ ഒക്കെ അടുത്ത് പോയി അടിക്കുന്ന മെസ്സ് പോലെ ടിവിയുടെ അടുത്തോട്ട് ഇനി വരാൻ പാടില്ല. രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ മറ്റേ ഫയൽ ഇട്ടത് നോർമലൈസ് ചെയ്ത് കുറെ കണ്ടികളുണ്ടല്ലോ HFലെ, ആ കണ്ടിയുടെ അടുത്തുനിന്ന് വന്ന മെയിൻ കണ്ടി പ്രണവേ, നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യവും നിന്റെ റേഡിയോയുടെ കാര്യവും പിന്നെ സുൽത്താനെയും കൂടെ റേഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പുള്ളിയോടൊന്ന് സംസാരിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ ആ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് നോക്കിയാൽ ടിവിയുടെ റേഡിയോയിൽ ആര് കണക്ട് ചെയ്യണ്ടെന്നൊക്കെ ടിവിയുടെ കാര്യം നോക്കിക്കോളും, ടിവിയെ നോക്കിക്കോളും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ ഒരേ സമയം ഹെൽഫയറിനും സുൽത്താനും MRCക്കും TVക്കും വേണ്ടി കളിക്കണ്ട കേട്ടോടാ പ്രണവ് കണ്ടി, മനസ്സിലായ? അപ്പൊ ഗെറ്റ് ഗുഡ്, പോയി ഒന്നുകൂടെ ഇതാക്കിട്ട് വാ, തരാൻ ഞാൻ വേറൊന്നും പറയണ്ട വിട്ടാൽ ഇത്ര മതി. കഴിഞ്ഞ് നമുക്ക് വിട്ട്. കാരണം ഈ കണ്ടികൾ ഇത്രേ ഉള്ളൂ, ഇതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞു ഇനി പോയിരുന്ന് ഇനി നീ ഒരു കാര്യം ചെയ്യണം. ഇനി നീയൊക്കെ കുറച്ചെണ്ണം അവിടെ ഇരുന്ന് അയ്യോ ഇത് അഡ്മിൻ ഫേവറബിൾ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർവറിൽ നിന്ന് ഇറങ്ങണം. മതി, നീ ഗതികെട്ട് കളിക്കണ്ട. മതി, കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഓഡിയൻസിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ, KVA അടിച്ചപ്പം നമ്മുടെ അടുത്ത് അവരാധിക്കാൻ കുറെ കൊച്ചുമുണ്ടാൾ വന്നായിരുന്നു. അതൊക്കെ നിനക്ക് വീണ് കിട്ടിയ അവസരത്തിൽ നിനക്കൊക്കെ കിട്ടിയ ഒരു സാധനമാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിനക്കൊന്ന് സംസാരിക്കാനുള്ള നിന്റെ ചാറ്റ് കണ്ടില്ലേ റോളക്സ് കണ്ട? എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാനിപ്പോ ഇത് കണ്ട് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങുമ്പോ നീ 2 വട്ടം അടി കെട്ടി എന്റെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് നിന്റെ ജീവിതം ആലോചിക്കുമ്പോഴേ എനിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ഗെയിമോ കളിക്കുന്നില്ല, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്ക് കഴിവോ ഇല്ല, അവന്മാർക്ക് വേണ്ടിയിട്ട് നിന്റെയൊക്കെ ഉറക്കം കളഞ്ഞ് നീയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേട് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. സത്യം പറയാം. എനിക്ക് നമ്മുടെ വിൻ സ്ട്രീക്ക് എത്രയാടാ? ഒരു 14 കളി കളിച്ചാ, ഒരു 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ നമുക്കൊരു PC ഉണ്ടേ. നമുക്കൊരു PC ഉണ്ടേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചാല്. സ്നൈപ്പേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചിട്ട് വേണോടാ എനിക്ക് എന്റെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോടാ. എനിക്ക് മുട്ട ലാഗടാ. എനിക്ക് മുട്ട ലാഗ്. നമ്മുടെ അടുത്ത് ഒരു അടിയുള്ളൂ, വീണ്ടും പോകും.
അതൊരു സ്ഥിരം നടന്നോണ്ടിരിക്കുന്നേ. ആളെയാ എടാ വിടറ ഇനി മതി ബാക്കിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് സിനിമാറ്റിക്സ് ഒന്നും ഇല്ല. ഈ കണ്ടികളെല്ലാം ഞങ്ങൾ ഓൾറെഡി അടിച്ച് വിട്ടതാണ്. ഞങ്ങൾക്ക് ഇത് പോകാനൊന്നും വയ്യ, ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു. ഇത് നമ്മളൊരു ഷോർട്സ് റീൽ ആക്കുന്നതായിരിക്കും. ഒരു അതെ ഇന്നൊരു റീല് വന്നായിരുന്നു. ആ റീലിന്റെ റിപ്ലൈ ഞാൻ നാളെ അങ്ങ് ഇടും. അത്രേ ഉള്ളൂ. ആ റീലിന്റെ റിപ്ലൈ ഞാൻ ഇടുവേ നാളെ അങ്ങ്. അല്ലല്ല വൺ ഡേ അല്ല 6 വർഷം മുമ്പ് ഡേ 1 തൊട്ട് തുടങ്ങിയോണ്ട് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത്. വൺ ഡേ അല്ല, എനിക്ക് 6 വർഷം മുമ്പേ ഡേ 1 തൊട്ട് ഞാൻ ഇരുന്നതിന്റെയാണ് ഇവിടെ ഈ ഗ്യാങ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ വൺ ഡേ ഒന്നും അല്ല. കൊണ അടിക്കുവാണെങ്കിൽ ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടേ അടിക്കുള്ളൂ. എത്തുമ്പോ അടിച്ചാ മതി. അല്ല അണ്ണന്റെ അടുത്ത് പ്രണവ് ഒറ്റയ്ക്ക് മറ്റേ റേഡിയോ കണക്ട് ചെയ്യണമെന്ന് അവനെ ഇടിയും കൊണ്ട് ചത്തില്ല, ഇടിയും കൊണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അവൻ ഇനി ഉറപ്പില്ല, അവൻ ഇനി 10 ദിവസം അവനിപ്പോ നേരെ 2 പേരെ വെടിവെച്ചിട്ട് 1v1 വെളുപ്പിന് വരെ ഇരിക്കും. കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് വേറെ ആരും കണ്ണാപ്പി നിന്നെ ഒരു അപരാധിയെ ലൈവിൽ ഇരുന്ന് കുറെ വിളിച്ചായിരുന്നേ. അതിനുള്ള നീ മറുപടി അങ്ങ് പറഞ്ഞിട്ട് നിർത്തിയത്. അത് മറ്റേ ഇക്രോ അല്ലേ അണ്ണാ? ഞാൻ നിനക്ക് ആരോടാ പറയണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ. അണ്ണാ എനിക്ക് പറയാനുള്ളത് ഇക്രോനാണ് പറയാനുള്ളത്. അവൻ പറഞ്ഞ് കഴിവുള്ള കുറച്ചാ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് ഇന്നെന്റെ തന്തയ്ക്ക് വിളിച്ചു, മനസ്സിലായോ? അപ്പം ഇക്രൂന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ കുറെ ഊമ്മമാരുടെ കൂടെ നിൽക്കുന്നതിന് ഭേദം നീ ഇതുപോലാണ് എല്ലാ ഊമ്പിയ ഗ്യാങ് കയറും ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അങ്ങനെ ഒരു വർഷത്തിൽ 10 ഗ്യാങ് നീ കയറിയിട്ടുണ്ടെന്ന് നീ ആലോചിക്കുക. എനിക്കതിന്റെ ഗതികൾ ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തിൽ 10 ഗ്യാങ് കയറുന്ന പുണ്ടച്ചു പോകാൻ, മനസ്സിലായോ? ഒരു കാര്യം അല്ല, എനിക്ക് ഇത് എക്സ്പ്ലനേഷൻ ലൈവ് ഒന്നും വരാൻ വേണ്ടി വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ ക്ലിയർ ആക്കുന്നത്. കാരണം നിങ്ങൾ TV ഓഡിയൻസ് അറിഞ്ഞു എനിക്ക് വേറെ മറ്റേ സ്കൂളില്ലാത്ത പയ്യന്മാരെ ഒന്നും എനിക്ക് ഇത് ബോധിപ്പിക്കാനുള്ള കാര്യമൊന്നും എനിക്ക് വയ്യ. കാരണം ഇവന്റെയൊക്കെ ബ്രെയിൻ ഊരി മേടിച്ചിരിക്കും അവർ അതല്ലാത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണേ ഗൈസ്, ഇന്നലത്തെ സിറ്റുവേഷനിൽ നമ്മൾ അഡ്മിനെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചൊരു കാര്യം കൂടാണ്. ഇന്നലെ നിങ്ങളല്ല കുറെ അച്ചിപ്പട്ടികളും കുറെ അവരുടെ ലീഡറും കോ ലീഡർ അടക്കം കുറെ എണ്ണം TVAX KVA എന്നൊക്കെ പറഞ്ഞ് KVA ബാക്കപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് എന്താ കാര്യം നിങ്ങളുടെ അടുത്ത് തെളിച്ചൊന്നുകൂടെ പറയാം. ഇതുകൂടെ കേട്ടോ. കൺവേർട്ടിംഗ് എന്നും അണ്ടിന്നും ഒക്കെ നീയൊക്കെ നിന്റെ മറ്റേ കോ ലീഡറിന്റെ ലൈവിൽ പോയിരുന്നു മുമ്പിയാ മതി. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല വിളി ഞാൻ വിളിക്കും. ഒരു കാര്യം പറയണം. ഇത് കേട്ടോ. പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് KVAയുടെ ആൾക്കാർ KVA ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക ഇവരോട്. കാരണം KVAക്ക് ഒരു അടി കിട്ടിയോണ്ട് അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഓൾറെഡി നിൽക്കുക. അപ്പോൾ സിറ്റുവേഷൻ ഇന്നലെ നമ്മുടെ ഹോസ്റ്റേജിൻ്റെ അടുത്ത് വന്ന അവന്മാർ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് എങ്ങനെയും ഒരു വള്ളി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്ങി തൂങ്ങി നിന്ന്. അപ്പോൾ അവരവിടെ നിന്ന സമയത്ത് അവരുടെ അദ്ദേഹത്ത് വെടികൊണ്ട് ഈ വെടികൊണ്ട കാര്യം നേരെ പോയി അവരവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഫ്ലഫി എന്ന് പറയുന്ന പ്ലെയർ അന്നേരം അവിടെ നിന്ന് നേരെ പോയിട്ട് KVAയുടെ വണ്ടി എടുത്ത് ഈ POV ഒന്നും നിങ്ങളെ ആരും കാണിച്ചു തരില്ല. കാരണം ഇവരെങ്ങനെ അങ്ങ് പറയും, അവർ പറയുന്നത് വിശ്വസിച്ചോണം. അതാണ് അവിടുത്തെ നിയമം. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്ലഫി പോയി KVAയുടെ വണ്ടി എടുത്തപ്പം KVAക്കാർ ചോദിക്കാൻ വന്നു, നീ എന്തിനാടാ വണ്ടി എടുത്തതെന്ന്. അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലഫിയാണ് പോയി അവിടെ ഈ പറയണത് പോലെ അവരുടെ വണ്ടി എടുത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത്. അതിനാണ് ഫ്ലഫിയെ ഹോസ്റ്റേജ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഞാനും KVAയും TVയോട് ഒരുമിച്ച് ഫ്ലഫിയെ ഗണ്ണയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇവരുണ്ടല്ലോ ഇന്നലെ കളിച്ചപ്പോൾ ഇവരൊരു വെസ്റ്റ് ഇട്ടാ ഗൈസ് കളിച്ചത്. അതായത് ഒരു പിങ്ക് കളറിലെ വെസ്റ്റ്. നമ്മൾ മുതുക്കിൽ അടിക്കാൻ ചെന്ന സമയത്ത് ഇവൻ ഷർട്ട് ഊരി വെസ്റ്റ് ഇട്ടുകൊണ്ട് ഓടി. ഞാൻ അന്നേരം ഇവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഗണ്ണയും ചെയ്തപ്പോഴത്തേക്കിന് KVAയുടെ ആൾക്കാർ ഫ്ലഫിയെ ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഫ്ലഫിയോടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അപ്പാർട്ട് ഫ്രം ദ RP ആണ് സംസാരിക്കുന്നത്. ഫ്ലഫി ആയതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് അത് സംസാരിച്ച് മോശമാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും സംസാരിച്ചില്ല, ഞാൻ ഒന്നും ഇതാക്കിയില്ല. ഫ്ലഫി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോയി. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് KVAയും TVയോട് ഒരുമിച്ച് നിന്ന് ഗണ്ണയും ചെയ്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ POV ഉണ്ട്. എനിക്കിനി ഇതൊന്നും ഞാൻ ഇത് ഓൾറെഡി കാണിക്കേണ്ടവരെ കാണിച്ച് ഇനി എക്സ്പ്ലനേഷൻ ലൈവായിട്ട് ഡെയിലി വരാൻ വയ്യ. എനിക്കിതല്ല പണി. എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിലൂടെ ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. അടിക്കാൻ കഴിവില്ല, എന്നാലും നിനക്കൊക്കെ അടിക്കാൻ കേബിലിറ്റി ഉള്ള സമയത്ത് വാ. ആ സമയത്ത് നമുക്ക് ബാക്കി സിറ്റുവേഷൻ എടുക്കാം. എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ
പ്രാക്ടീസ് സെർവർ പോയിട്ട് വാങ്ങ തിരുപ്പിയോ പ്രാക്ടീസ് സെർവറിൽ പോയി നീ എന്താ ചെയ്തു? കൊറേ മെന്റൽ പരിപാടികളൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അല്ല ഞാൻ വേറെ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ ടി വിയെ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലല്ല നമ്മൾ ഇന്ന് കളിച്ചത്. ഇന്ന് ഓൾറെഡി നമുക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ഡിലേ ആക്കി ലേറ്റ് ആക്കി കളിക്കാനുള്ളത്. അതിൽ 2 കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ അടി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കേവേഡ് അടി കൊള്ളുമോ എന്നുള്ള പേടി. ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് കാര്യം അതാണ്. അതുകൊണ്ട് ഓൾറെഡി ഇവന്മാർ ഡിലേ സ്ട്രാറ്റജി കളിച്ച് ഞങ്ങൾ ഇന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇവന്മാർ പുഴിപ്പിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ച് കളിച്ചു കൊടുക്കണമെന്ന്. ഈ ഒരു വാർ മാത്രമേ ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയാം, ഈ ഒരു വാർ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ടി വിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന് എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ തിരിച്ചു പുഴിപ്പിക്കാൻ വേണ്ടി നിന്നാണ്. അത് നല്ല രീതിയിൽ എല്ലാവരും എക്സിക്യൂട്ടും ചെയ്ത് കളിച്ച് മനസ്സിലായി. ഇനി ബാക്കിയൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ കേസ് ഇതിൽ കൂടുതൽ ഞാൻ ഓസി പറയണില്ല, ഞാൻ ആരെ തെറി വിളിക്കുന്നില്ല, ഞാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ നിർത്തുക, ഇവിടെ കഴിഞ്ഞു, ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇതിൻ്റെ റിപ്ലൈ റീൽ കൊടുക്കും, വേറെ സിനിമാറ്റിക്സ് ഒന്നുമില്ല, കഴിഞ്ഞു. ആൻഡ് ഇത് ഈ ഒരു വാർ ടി വിയുടെ എല്ലാ ഓഡിയൻസിനും അതുപോലെ KVക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ കോച്ച്, പറഞ്ഞോ. അപ്പാപ്പൻ വന്നിട്ട് ഒന്ന് சொன்னார் ஸ்டார்டிங்ல ஈகிள தூக்குனா என்ன நடக்கும்ட்டு കാണിച്ചു തന്ന്. അത്രേ ഉള്ളൂ. കോച്ചിന്റെ 5 പിക്ക് കാണിച്ചു കോച്ച്. ഇവിടെ ഇനി സെക്കൻഡ് ആയിട്ട് വാടാ, സെക്കൻഡ്. എനിക്ക് വീണ്ടും കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. സിനിമാറ്റിക് ഇല്ല ഗൈസ്, ഒരു റീൽ അത്രയൊക്കെ ഉള്ളേ ഉള്ളൂ. കഴിഞ്ഞ വാറിന് കരിവറിന്റെ മക്കൾ എന്തൊരു വീഡിയോ കാണണേ. എന്നെ അരച്ച ഇത് പ്രീവാറല്ലേ, ഇത് പ്രീവാറല്ലേ കോച്ച്? കോച്ചിന്റെ നമ്മുടെ മാബിക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാബിക്ക് കളിക്കാൻ പറ്റിയില്ല, അവന് കളിക്കാൻ പറ്റാത്ത. തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലേ നോക്കിങ്ങോട്ട് നിക്കത്തില്ല, ഇതേപോലെ എടുത്തിട്ട് കളിച്ചു കൊടുക്കും. ഒന്ന് അതെന്താണ് എന്തിനു കോച്ച നടക്കുന്നത്? എന്താ നടക്കുന്നേ? നല്ലടി നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തേ. കോച്ച് കഴിഞ്ഞില്ലേ? കില്ല് കിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയടാ. നിങ്ങൾക്ക് അവർക്ക് സ്റ്റക്ക് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എല്ലാരും അനങ്ങാണ്ട് വരുന്നു. എന്റെ ഹെൽത്ത് അടിക്കണം കേട്ടോ. ഹെൽത്താണ് അടിക്കേണ്ട ഫസ്റ്റ്. കളി കേട്ടോ. വന്നേ ഉള്ളൂ പബ്ജി ഫീൽഡിൽ അടി കോച്ച് അടിയല്ലേ അങ്ങ്. ഏതാടി കോച്ച്? ആ അടിയൊക്കെ ഞാൻ അടിച്ച അടിയാണ് കോച്ച്. അക്കി എടുത്തല്ലേ അങ്ങ്. എല്ലാരും ഉണ്ട്. ടീം എഫർട്ട് ആണല്ലേ? കിട്ടി. നീ എങ്ങനെയാണോ മരിച്ചു പോയത്? കിട്ടിയേ ആക്രാന്ത പൂത്താണത്. അയ്യോ അതൊന്നും കേൾപ്പിക്കല്ലേ. അയ്യോ ഞാനാണേ. കാരണം എന്താ പറയാ, അവിടെ കുത്തിയപ്പോഴില്ലടാ, പ്രീവാർ കുത്തിയ സമയത്ത് നമ്മൾ ഇച്ചിരി ഡിലേ, അവർ ഓൾറെഡി കുത്തിയേക്കുമായിരുന്നു, മനസ്സിലായി. അപ്പൊ ഞാനും അത് കുത്തിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോർ സ്റ്റാക്ക് വണ്ടിയാ. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വെച്ചാൽ റൈറ്റ് സൈഡ് അങ്ങ് കൊണ്ട് കുത്തി ഇവരെ ബെയിറ്റ് ചെയ്ത് കൊടുത്ത്. ഞാനും ടാഗ് കൊടുത്തായിരുന്നു, നല്ല ടാഗ് കൊടുത്തായിരുന്നു. എത്ര പേരാണ് നോക്കണം. വീട്ടിലും കളി കോച്ച്. കോച്ച് തെറിച്ചു പോയാൽ കൂടി കപ്പി തെറിച്ചു പോയ കൂടി ഇത് ലാസ്റ്റില് ഒന്ന് കാണിച്ചു തരണം പ്ലീസ്. കാണണം, പിള്ളേർക്ക് ഒരു അതിശയം. മോബിക്ക് വേണ്ടി നമ്മള് 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. അല്ല മോബിക്ക്
ആ കില്ല് ആരോ കൊണ്ടുപോയി ബൈ വെട്ടിയൊക്കെ പോകുന്നു കോച്ചി വെള്ളം പറയണേട്ടളിയാ ഞാനപ്പോ ഇടിക്കാന്നുള്ള കോച്ചി ഫ്രണ്ടിൽ കിടന്ന് ചാടി കളിക്കുന്ന ഞാൻ അവനെങ്കിൽ വിഫ് വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെയൊക്കെ ഞാൻ വെച്ചടിക്കും അവനൊക്കെ പറന്നു പോയോ പൊന്നോ അല്ലല്ല ഇത് ബഗ്ഗ ഇതാണ് റിഡ്ജി കിടന്ന് മൂവ്മെന്റ് ഇടലെന്ന് പറയണത് തെറിച്ചു പോയി ആർക്കാ കോള് അടുത്ത ഡീമൻ ആള് തരികടയാണല്ലേ ലാസ്റ്റ്